നമ്മൾ പലരും യാത്രകൾ പോയിട്ടുണ്ട്. യാത്ര പോകാത്ത ആൾക്കാർ വളരെ വിരളമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ എത്ര പേര് KSRTC യാത്ര പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പേര് പോയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ KSRTC തന്നെ അന്വേഷിക്കുക. അമ്പലങ്ങളും അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസും, മൂന്നാർ, ഗ്യാപ്പ് റോഡ്, മാമലക്കണ്ണ, സൈലൻറ്റ് വാലി, ഗവി, ഇങ്ങോട്ടൊക്കെ ബസ്സുകൾ പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും, എല്ലാ ബഡ്ജറ്റുള്ള ആൾക്കാർക്കും ഒരേപോലെ സന്തോഷിച്ച് പോകാൻ പറ്റും. നമ്മൾ ഇന്നലെ വരെ പരിചയമില്ലാത്ത ആൾക്കാർ പരിചയമുള്ള ആൾക്കാരായിട്ട് മാറുന്നു. ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ നോർത്ത് പൂർ സ്റ്റാൻഡിൽ നിന്നുള്ള കൊട്ടിയൂർ യാത്രയുടെ കുറച്ച് വീഡിയോ ആണ്. ഞങ്ങളുടെ ഈ കൊട്ടിയൂർ യാത്ര 2 ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ഒരു 5 മണിക്ക് പുറപ്പെട്ടിട്ട് വെള്ളിയാഴ്ച ഞങ്ങൾ വൈകുന്നേരം തിരുനെല്ലി ക്ഷേത്രം ദർശനത്തിന് ശേഷം വയനാട് നിന്ന് താമസിച്ച് ശനിയാഴ്ച രാവിലെ അവിടെ നിന്ന് ഇറങ്ങി കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് മൃദംഗ ശൈലേശ്വരിയും കയറി വൈകുന്നേരം പറശ്ശിനിക്കടവ് വഴി രാത്രി അന്ന് ബസ്സിൽ തന്നെ ഓടും. പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിക്കുള്ളിൽ നോർത്ത് പൂറിൽ തിരിച്ചെത്തും. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കൊട്ടിയൂർ എത്തിയപ്പോൾ ചില ആൾക്കാർ ക്യൂവിൽ പെട്ടു. 6 മണിക്കൂർ ബ്ലോക്ക് വന്നുകൊണ്ട് മൃദംഗ ശൈലേശ്വരി ഒഴിവാക്കി മാമനിക്കുന്ന് ക്ഷേത്രത്തിൽ പോയി. എങ്കിലും യാത്ര അടിപൊളിയാണ്, നിങ്ങൾ കണ്ടു നോക്കുക. ഞങ്ങൾ വയനാട് ചുരവും കയറി ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ മാനന്തവാടി പിന്നിട്ട് കാട്ടിക്കുളവും കഴിഞ്ഞിട്ട് തിരുനെല്ലി കാട്ടിലോട്ട് ഞങ്ങൾ കയറി. അപ്പോൾ ലക്ഷ്യം തിരുനെല്ലി ക്ഷേത്രമാണ്. നമ്മൾ ഉദ്ദേശിച്ചതിലും ഒരു 1.5 മണിക്കൂർ പുറകിലാണ്. അതുകൊണ്ട് തന്നെ പാപനാശിനിയൊന്നും പോകാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. പിന്നെ തിരുനെല്ലി കാടാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമുണ്ട്. കാരണം കയറിയപ്പോൾ തന്നെ ഒരു 10-20ഓളം പേരടങ്ങുന്ന ഒരു മാനിൻ്റെ കൂട്ടം കണ്ടു. അതിന് ശേഷവും കണ്ടു ഒരു 10-60 മാനെ കണ്ടെന്ന് വിചാരിക്കണം. ഇതൊരു കാട്ടുപോത്താണ്. അപ്പോൾ എല്ലാവർക്കും എന്നാലും ഹരം എപ്പോഴും ആനയെ കാണാൻ വേണ്ടിയാണ്. തിരിച്ചു വരുമ്പോൾ നോക്കാം. ഞങ്ങളിപ്പോൾ തിരുനെല്ലി ക്ഷേത്രം എത്തി. 7:30 മണി കഴിഞ്ഞു. അമ്പലം പൂട്ടാൻ കുറച്ച് നേരമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് തിരിച്ചുള്ള യാത്രയാണ്. ഉദ്ദേശത്തോടെ നമുക്ക് ഒരു 3 ആനേനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആന നമ്മൾ കാഴ്ചകളായാലും ഉത്സവപ്പറമ്പിലും കാണുമെങ്കിലും കാട്ടിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക ഹരമുണ്ടല്ലോ. അങ്ങനെ കണ്ടു. ഇനി അടുത്ത ഞങ്ങളുടെ സ്റ്റേ പറഞ്ഞിട്ടുണ്ട്. അത് കാട്ടിക്കൂടത്ത് അടുത്താണ്. അങ്ങോട്ടുള്ള യാത്രയാണ്. സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ കൊട്ടിയൂർക്ക് ഞങ്ങൾ പുറപ്പെടും. ഇത്രത്തോളം യാത്ര വളരെ സന്തോഷപൂർവ്വമായിരുന്നു. ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നെങ്കിലും പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. കൊണ്ടുവന്ന നുറുക്കും അതുപോലെ കപ്പലിൻ്റെയും പല സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ യാത്ര ഇത്രത്തോളം ഈ നിമിഷം വരെ എല്ലാവർക്കും എന്നും ഓർക്കാവുന്നൊരു യാത്രയായിട്ട് തീർന്നു. ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിലെത്തി. അപ്പോൾ ആദ്യം കാണുന്ന പുഴ കുറച്ച് കലങ്ങിയതാണ്. രണ്ടാമത്തെ പുഴ ഇറങ്ങി നന്നായിട്ട് കുളിക്കാം. ആ ദൂരെ കാണുന്നത് കൊട്ടിയൂർ അമ്പലത്തിലോട്ട് പോകുന്ന ക്യൂ ആണ്. ഇപ്പുറത്ത് നമ്മൾ തിരിച്ചു വരുന്ന ബ്രിഡ്ജിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഈ വഴിയാണെങ്കിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയില്ലെങ്കിലും ബാക്കിൽ നിന്ന് വേഗം എത്തി തൊഴുത് 2 മണിക്കൂറിന് തിരിച്ചെത്താൻ പറ്റും. ഇതാണ് അമ്പല കാഴ്ചകളാണ്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. അവിടെ ഒരു ദിവസത്തെ കൂടുതൽ സ്പെൻഡ് ചെയ്താലും നമുക്ക് ആ ദിവസം പോകുന്നത് അറിയില്ല. അങ്ങനെ കൊട്ടിയൂർ ദർശനം കഴിഞ്ഞു. ഇനി അടുത്തത് മൃദംഗ ശൈലേശ്വരി ആണെങ്കിലും വൈകിയുണ്ട്. ഞങ്ങളത് മാമനിക്കുന്നിലോട്ട് മാറ്റി. അതിനുശേഷം പറശ്ശിനിക്കടവ്. അതിനുശേഷം യാത്ര അന്നത്തെ രാത്രി ബസ്സിലായിരുന്നു. രാവിലെ നോർത്ത് പൂർ സ്റ്റാൻഡിൽ തിരിച്ചെത്തി. താങ്ക് യു.